ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ബൺ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ ബണ്ണ്. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ബണ്ണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ അതേ മോഡൽ തന്നെ ഹെയർ ക്ലിപ്പിൽ ചെയ്തിട്ടുള്ളതാണ് ഒരു പിസ്ത ഗ്രീൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് 4 സെൻറ്റിമീറ്ററിൻ്റെ വീതിയിൽ വരുന്ന റിബണാണ് കേട്ടോ. സാറ്റിൻ റിബണാണ്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റിബണ്. അളവ് ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. രണ്ടറ്റവും ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടറ്റം ഒരുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ലൈൻ വരും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ അറിയാനായിട്ടാണ്. അപ്പോൾ ഇതേപോലെ ചരിച്ചൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റം നമ്മളുടെ ആ ഒരു സെൻറ്ററിലത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് വരണം. മനസ്സിലായില്ലേ? റൈറ്റ് സൈഡിലേക്കായിട്ട്, അതായത് ആ ഒരു ലൈനിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് കുറച്ചിങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേ വശവും അതേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ അത് കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നീങ്ങാണ്ട് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. കണ്ടില്ലേ? ഈ ലൈനിൻ്റെ ഇരുവശങ്ങളിലേക്കുമായിട്ടായിരിക്കണം രണ്ടറ്റങ്ങളും വരേണ്ടത് കേട്ടോ. നമ്മൾ ഇനി ആ ഒരു ലൈനിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഒരു 6 സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 2 എണ്ണം കൊടുത്തു, 3. 6ാമത്തെ സ്റ്റിച്ച് താഴേന്ന് മേൽഭാഗത്തേക്കായിട്ട് തുന്നിയെടുക്കണം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ ബണ്ണാണ് കേട്ടോ. നമ്മളിതുപോലെ നൂലിലൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞൊറിവുകളായിട്ട് വരും കേട്ടോ. ഒരു 2-3 ചുറ്റിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അഴിഞ്ഞു വരാതിരിക്കാനായിട്ടാണ് അത് ചെയ്യണത്. ബാക്കി വരുന്ന നൂലിനെ പോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇത് നമ്മളിതിന് വെച്ച് കൊടുക്കുന്നത് ഹെയർ ബണ്ണാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും അലിഗേറ്റർ ക്ലിപ്പിലല്ലേ കാണിക്കാറ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഹെയർ ബണ്ണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ കളറിലുള്ള ഒരു ഹെയർ ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ കെട്ടിട്ട ഭാഗമില്ലേ അവിടെ ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു ഹെയർ ബണ്ണ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കുക കേട്ടോ. ചരിഞ്ഞ് പോവാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഒന്ന് ഡ്രൈ ആവുന്നത് വരെ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. നമ്മൾ ആ സെൻറ്ററിൽ നൂലിനെ കവർ ചെയ്യാനായിട്ട് ഇതുപോലെ വീതി കുറഞ്ഞിട്ടുള്ള റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീതി കുറഞ്ഞിട്ടുള്ള റിബൺ ഇല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്യാനായിട്ട് എടുത്തില്ലേ വീതിയുള്ള റിബൺ, അതിൽ നിന്ന് തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ കട്ട് ചെയ്ത ഭാഗമൊക്കെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നൂലിങ്ങനെ പോരും. അപ്പം ഇതുപോലെ ആ ഒരു ബണ്ണിൽ ഗ്ലൂ ചെയ്തിട്ടൊന്ന് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കാം കേട്ടോ. അവിടെ ഡ്രൈ ആയതിനു ശേഷം നമുക്കിതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ചുറ്റുമ്പോൾ നമ്മൾ ചുറ്റി കൊടുക്കുന്ന എല്ലാ ഭാഗങ്ങളും ഗ്ലൂ ചെയ്തിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട്. ഇതുപോലെ നല്ല ടൈറ്റിൽ പിടിച്ചിട്ട് വേണം ചുറ്റാനായിട്ട് കേട്ടോ. ലൂസായി പോകരുത്, ടൈറ്റിൽ പിടിച്ചിട്ട് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ 2 ചുറ്റിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ചുറ്റിയിട്ട് താഴ്ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുക കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗമില്ലേ ആ ഭാഗത്ത് നമ്മൾ നിർത്തുക. അപ്പോൾ നമ്മൾ ചുറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം എത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു അളവ് നമ്മൾ നോക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ആ റിബണിലേക്ക് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ ഹെയർ ബൺ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടില്ല, അലിഗേറ്റർ ക്ലിപ്പിൽ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടില്ലേ, അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹെയർ ബണ്ണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്റ്റോൺ ഷീറ്റ് വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്ത് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തിട്ടുള്ളത്. ഇതൊരു പിസ്ത ഗ്രീൻ ആണ്. ഇതിങ്ങനെ ഫോണിൽ കാണുമ്പോൾ വേറൊരു കളറാണ് കേട്ടോ. ശരിക്കും പിസ്ത ഗ്രീൻ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിലൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഐഡിയാസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.